നമ്മളെ ബാക്കിൽ കാണുന്നത് ടി.ജി. മോഹൻദാസാണ്. അപ്പോൾ ആളുടെ ഞാനിതൊക്കെ എല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിയണമല്ലോ, എല്ലാവരുടെയും അഭിപ്രായങ്ങളും നമ്മൾ അറിയണം. അതുകൊണ്ട് ഞാൻ ഈ ചാനലുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് പൊതുവെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സംഘിച്ചാലാണെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അതിൽ ശങ്കരൻ വക്കീലൊക്കെ വളരെ ക്ലിയർ കട്ടായിട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയുന്നത്, അദ്ദേഹത്തോട് എനിക്കൊരു ആ ഒരു രീതിയിൽ ഇഷ്ടമാണ്. നമുക്കിപ്പോൾ എല്ലാവരെയും പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടാനും പൂർണ്ണമായിട്ട് വെറുക്കാനൊന്നും കഴിയില്ല. ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളാണ്. പലരും വളർന്നു വന്ന സാഹചര്യങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. പലരും അനുഭവിച്ചതും പഠിച്ചതും അറിഞ്ഞതും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തലച്ചോറ് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൽ 2+2 എന്ന് പറഞ്ഞാൽ 4 വരിക. അപ്പോൾ 4+4 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാൽക്കുലേറ്ററിൽ എന്താണോ കൊടുക്കുന്നത് അതാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് തിരിച്ചു തരിക. അപ്പോൾ എൻ്റെ തലച്ചോറിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കൊടുത്തതും വ്യത്യസ്തമാണ്. എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ തലച്ചോറ് പോലെ കാൽക്കുലേറ്റ് ചെയ്യാൻ, കാരണം എൻ്റെ വീട്ടിലുള്ള മിക്കവരുടെ ഇൻപുട്ട് വ്യത്യസ്തമാണ്. ഇപ്പം ഞാൻ പുറത്തൊക്കെ പോയി, ഞാൻ കോഴിക്കോടൊക്കെ പോയിട്ടുണ്ട്, എൻ്റെ ഉമ്മ പോയിട്ടില്ല. ഞാൻ ഗൾഫിൽ പോയിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ മറ്റുള്ളവർ പോയിട്ടില്ല. ഇപ്പോൾ വാപ്പ ഗൾഫിലായിരുന്നു, പക്ഷെ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ അറിയാത്ത കാര്യങ്ങൾ വാപ്പക്ക് അറിയുന്നുണ്ടാവാം. വാപ്പ അനുഭവിച്ചത് എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ലായിരിക്കാം. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ആ തലത്തിലൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിങ്ങൾ അനർഹമായി എന്ത് നേടി എന്നാണ് ചോദിക്കുന്നത്. ഇന്നലെ മീഡിയ 1 ചാനലിൽ അജിംസും ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ വെറുതെ പോകുമ്പോൾ കണ്ടതാണ് ഒരു BJP നേതാവിനോട്. അപ്പോൾ അവർക്കത് പറയാൻ സാധിക്കുന്നില്ല. മുസ്ലിങ്ങൾ മുഖ്യമന്ത്രി ആയില്ല, മുസ്ലിങ്ങൾ നേടിയില്ല, അത് മുസ്ലിങ്ങളുടെ കുഴപ്പമല്ലേ? ഒരേ അർത്ഥത്തിൽ ചിന്തിച്ചാൽ മുസ്ലിങ്ങളുടെ കുഴപ്പമാണ്. പക്ഷേ മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കരയുമ്പോൾ അതൊരു വിഷയമാണ്. പക്ഷെ ഇവിടെ മറ്റുള്ളവരാരും കരയുന്നത് മുസ്ലിങ്ങൾ കൂടുതൽ നേടിയെടുത്തു എന്നുള്ളത്. അതിൽ ടി.ജി. മോഹൻദാസ്, ഇപ്പം ഞാൻ വിചാരിച്ചു ടി.ജി. മോഹൻദാസിനൊന്നും പറയാനുണ്ടാവില്ലായിരിക്കും. പക്ഷേ ടി.ജി. മോഹൻദാസ് സംഗതി 6 അടിച്ചു, ബോൾ അടിച്ച് ഗ്രൗണ്ടിന് പുറത്തോട്ടങ്ങ് പറത്തി. പ്രത്യേക പരിഗണന മുസ്ലിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് ഹിന്ദുക്കളുടെ അടുത്തുനിന്നോ ക്രിസ്ത്യാനികളുടെ അടുത്തുനിന്നോ എടുത്തിട്ടല്ല, അത് മുസ്ലിം സ്ത്രീകളുടെ അടുത്തു നിന്ന് എടുത്തിട്ട് മുസ്ലിം പുരുഷന്മാർ മറ്റുള്ള മനുഷ്യരെക്കാൾ കൂടുതൽ പ്രിവിലേജ്, പരിഗണന ഒക്കെ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ മുസ്ലിം സംവരണം, എനിക്ക് സംവരണത്തിൻ്റെ കാര്യം അറിയില്ല. മുസ്ലിം സംവരണം ഉണ്ട്, സ്കോളർഷിപ്പ് ഉണ്ട്, സ്ത്രീകൾക്ക് മുസ്ലിം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട് എന്നൊക്കെ പറയുന്നു. അത് കൂടുതൽ പഠിക്കേണ്ടതൊക്കെ ആവശ്യമാണ്. ഞാൻ പഠിച്ചിട്ടില്ല. മുസ്ലിം സ്ത്രീകൾക്ക് കൂടുതൽ സ്കോളർഷിപ്പും കൂടുതൽ വിദ്യാഭ്യാസവും ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. അത് തന്ത്രപരമായ അല്ലെങ്കിൽ ബുദ്ധിപരമായ ഒരു കാര്യമാണ്. കാരണം എല്ലാവരും പറയുന്നത് മുസ്ലിം സ്ത്രീകൾ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നതെന്നാണ് പരാതി. അപ്പോൾ അതിനെങ്ങനെ കുറക്കാൻ പറ്റുക? മുസ്ലിം സ്ത്രീകളെ ശക്തിപ്പെടുത്തുന്നതിലൂടെയും അവർക്ക് ജോലി കൊടുക്കുന്നതിലൂടെയും അവരെ സാമൂഹികമായിട്ട് ഉയർത്തുന്നതിലൂടെ ഒക്കെയാണ്. അപ്പോൾ ഒരാൾ സാമൂഹികമായിട്ട് ഉയരുമ്പോൾ അവർക്ക് ജോലി കിട്ടുമ്പോൾ, ഒരു ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഒരു ആശ്രയം അവർക്ക് ആവശ്യമില്ലാതാകുമ്പോൾ അവർ പൊതുവെ കുട്ടികളെ വളർത്താനൊക്കെ അത്ര മെനക്കെടില്ല. അപ്പോൾ മറ്റുള്ള സമുദായങ്ങളിലും ജനസംഖ്യ കുറയുന്നത് പോലെ മുസ്ലിം സമുദായത്തിലും ജനസംഖ്യ കുറയും. അത് ടി.ജി. മോഹൻദാസിന് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് അതിൻ്റെ കിടപ്പ്. പിന്നെ മുസ്ലിങ്ങൾക്ക് 10% സംവരണം ഉണ്ടെന്ന് പറയുന്നു. അതിൻ്റെ സംഗതി എനിക്കറിയില്ല. എന്തായാലും കേരളത്തിൽ 30%-ഓളമുള്ള പ്രത്യേക ജാതി, ഇപ്പോൾ ജാതി എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിമിന് ഇപ്പോൾ തെക്ക് പോയൊക്കെ റാവുത്തർ, എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഗൾഫിലേക്ക് പോയപ്പോഴാണ് റാവുത്തർമാരെന്ന് പറഞ്ഞ പ്രത്യേക സാധനമൊക്കെ ഉണ്ടെന്നൊക്കെ മനസ്സിലായത്. എൻ്റെ ഒപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ കുതിരയൊക്കെ ഓട്ടിയിരുന്ന, രാജാവിൻ്റെ കാലത്ത് കുതിരയൊക്കെ ഓടിച്ചിരുന്നവരുടെ തലമുറക്കാരാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഡ്രൈവർമാരാണല്ലേ? ഓക്കെ, എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതകളുണ്ട്. എൻ്റെ വാപ്പ ജോലി ചെയ്യുന്നത് അറബിക്ക് വെച്ചുണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ വാപ്പയുടെ ജോലി. അപ്പോൾ അതിലൊന്നും എനിക്ക് മുമ്പൊക്കെ കുറച്ചൊക്കെ ഒരു പറയുമ്പോഴൊക്കെ ഒരു മോശമൊക്കെ തോന്നിയിരുന്നെങ്കിലും എൻ്റെ വാപ്പ വളരെ കഷ്ടപ്പെട്ട് ആരോടും കക്കാതെയും കളവ് പറയാതെയും ഒക്കെ ഞങ്ങളെയൊക്കെ വിട്ട് ഗൾഫിലൊക്കെ പോയി നാടിൻ്റെ ആ ഒരുപാട് നാട്ടിൽ നിന്ന് കിട്ടുന്ന പരിഗണനകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് വാപ്പ അതൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ എനിക്ക് ഇപ്പോൾ അഭിമാനമേ ഉള്ളൂ. അതിലൊന്നും ഇപ്പോൾ എനിക്ക് പറയാനുള്ള മടിയൊന്നുമില്ല. ഓക്കെ, മാപ്പിള ജാതി വേറെയാണ്. ഞാൻ എൻ്റെ ജാതി ഏതാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത് SLC ബുക്ക് കിട്ടുമ്പോഴാണ്. മാപ്പിള അങ്ങനെ പൊതുവെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കാനും മിങ്കിൾ ചെയ്യാനും ഒന്നും പൊതുവെ ഈ ജാതി മാപ്പിള എന്ന് പറയുമ്പോൾ ഓക്കെ, മാപ്പിള എന്ന് പറയുമ്പോൾ 24% കാണാണ് മാപ്പിള ജാതി ഉണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ഒരു ജാതി എന്ന് പറയുന്നത് മാപ്പിളയാണ്. പക്ഷെ ഒരു മാപ്പിളക്ക് റാവുത്തരനെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ കൂട്ടുകൂടാനോ, ഓക്കെ, ഇപ്പോൾ കൂട്ടിപ്പോൾ എല്ലാവരും കൂടാറുണ്ട്. കല്യാണം കഴിക്കാൻ, പ്രത്യേകിച്ച് കല്യാണം കഴിക്കാൻ അങ്ങനെ വലിയ വിഷമം ഉണ്ടാവുമെന്നോ തടസ്സം ഉണ്ടാവുമെന്നോ തോന്നുന്നില്ല.
അപ്പോൾ മുസ്ലിങ്ങൾക്ക് 10% സംവരണം ഉണ്ടെന്ന് പറയുന്നു, മുന്നാക്കക്കാർക്ക് 10% സംവരണം ഉണ്ട്. മുന്നാക്കക്കാരെന്ന് പറയുമ്പോൾ നായന്മാരും നമ്പൂരിമാരുമാണ് മുന്നാക്കക്കാരെന്ന് പറയുന്നത്. നമ്പൂരിമാരാകെ കുറച്ച് 1%, 1.25% ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അവരെയൊന്നും ഇനി ഇപ്പോൾ ഓക്കെ, നമ്മൾ അമ്പലങ്ങളിലും ശാന്തി, അത് ഹിന്ദുക്കളുടെ കാര്യം, അമ്പലങ്ങളിലായാലും ശാന്തിമാർ, അത് മതപ്രശ്നങ്ങൾ പറയുമ്പോൾ മാത്രമേ അത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ രാഷ്ട്രീയം പറയുമ്പോൾ നമ്പൂരിമാരെ പറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആകെ 1.5% ഉള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ കേരളത്തിൻ്റെ ഈ ഇലക്ഷനിൽ MLA മാരിലോ അല്ല MP മാരിലൊന്നും നമ്പൂരിയെ കാണാനില്ല. പിന്നെ നമ്മളതിനാണ് വെറുതെ അവരെ മേലെ കയറുന്നത്, ഒരു കാര്യമില്ല. അപ്പോൾ 10% എന്ന് പറയുന്നത് അതിൽ നായനും നമ്പൂരിയും പെട്ടു, അതിൽ നായന്മാരെ തന്നെ മൊത്തം അടിച്ചുകൊണ്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 14% നായന് 10% സംവരണമുണ്ട്. 30% മുസ്ലിമിന് 10% സംവരണമുള്ളൂ. അത് മുസ്ലിമിന് അത് എടുക്കുന്നുമില്ല. അത് എടുക്കാനുള്ള വിദ്യാഭ്യാസം വേണ്ടേ? അതില്ല. പിന്നെ കേരളത്തിലെ മിക്ക സർക്കാർ ജോലിക്കും വലിയ വിദ്യാഭ്യാസം വേണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് മുത്തശ്ശിക്കും ചെയ്യാവുന്ന ജോലികളൊക്കെയാണ് മിക്ക ജോലികളും ഉള്ളത്. അത് വേറൊരു വലിയൊരു വിഷയമാണ്. അപ്പോൾ മുസ്ലിങ്ങൾ അങ്ങനെ നേടിയിട്ടില്ല എന്ന് വ്യക്തമാണ്. പക്ഷെ TG മോഹൻദാസ് പറയുന്നത് അതല്ല. TG മോഹൻദാസ് പറയുന്നത് മുസ്ലിങ്ങൾ കല്യാണക്കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് ഭയങ്കര പരിഗണന ഉണ്ട്. കാരണം പിറ്റേ ദിവസം വേറെ കല്യാണം കഴിക്കാം. അപ്പോൾ അത് നിങ്ങളൊരു സ്ത്രീയെ ഡൈവോഴ്സ് ചെയ്തല്ലേ. പക്ഷെ ഇപ്പം നിയമപരമായിട്ട് അങ്ങനെയൊന്നും പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. നിയമപരമായിട്ടൊക്കെ ഒരു ഡൈവോഴ്സ് ചെയ്ത എൻ്റെ ഒരു സ്ത്രീ സുഹൃത്ത് പറഞ്ഞത് അങ്ങനെ ഭർത്താവിനും വേറെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷെ അതെങ്ങനെ അങ്ങനെ പറ്റില്ല എന്ന് എനിക്കറിയില്ല. നിയമപരമായിട്ട് ഒരു മുസ്ലിമിന് 4 കല്യാണം കഴിക്കാം. ഒരു സ്ത്രീ ഡൈവോഴ്സിന് പോയാൽ മറ്റ് 3 ഓപ്ഷൻ സ്ലോട്ട് അവിടെ ഓപ്പണാണ്. പിന്നെ ഈ മുത്തലാഖ് എന്തുകൊണ്ടാണ് ഭീകരമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധാരണ തലാഖ് പോലെയല്ല മുത്തലാഖ്. അതുകൊണ്ടാണ് അത് ക്രിമിനൽ കുറ്റവും ഭീകരവും ഒക്കെ ആകുന്നത്. കാരണം മറ്റുള്ള തലാഖ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ കുഴപ്പമൊന്നുമില്ല തിരിച്ചെടുക്കാം. പക്ഷെ മുത്തലാഖ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് സാഹസിക്കണമെങ്കിൽ ഒരുപാട് നൂലാമാലകൾ, ആ പെണ്ണ് വേറെ കല്യാണം കഴിക്കണം, അത് ഡിവോഴ്സ് ആവണം, അങ്ങനെ അല്ലെങ്കിൽ അള്ളാഹു ആകാശത്തിന്, അത് വിശ്വാസപരമായ ഭ്രാന്താണ്. അപ്പോൾ ആ ഭ്രാന്തിനെ ഒതുക്കുക എന്നുള്ളത് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭ്രാന്തുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജയിലിനകത്താകും എന്നുള്ളൊരു കാരണം കൊണ്ട് പലരും അവരുടെ ഭ്രാന്ത് മൂടിവെക്കും. അതുകൊണ്ട് BJP കൊണ്ടുവന്നതാണെങ്കിലും ആ നിയമങ്ങളൊക്കെ, കാരണം ഏതൊരു ഇപ്പോൾ മുസ്ലിങ്ങൾ എന്താണ് ഹിന്ദുക്കളെ നോക്കിയിട്ട് പറയും എന്താണ് പശുവിനെ ആരാധിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പശുവിനെ കൊണ്ടൊരു പാലെങ്കിലും തരുന്നുള്ള ഗുണമുണ്ട്. മുസ്ലിങ്ങളുടെ അള്ളാഹുവിനെ കൊണ്ടെന്ത് ഗുണമുള്ളത്? ഒരു ഗുണമില്ല. നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഭയങ്കര യുക്തിയായിരിക്കും. അതുപോലെ BJP-ക്കാർ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര യുക്തിയാണ്, അവരെ പുരോഗമിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. പക്ഷെ അവർ സ്വന്തം കാര്യത്തിൽ അത് ചെയ്യുന്നില്ല. അവർ സ്വന്തം കാര്യത്തിൽ പുറകോട്ട് നടക്കുകയാണ്. ഇനിയിപ്പോൾ അവസാനം കുറെ കൂടി കഴിഞ്ഞാൽ കോണൊക്കെ കൊടുത്തിട്ട് വരും. ഇന്ത്യയിലെ സകല സംവിധാനങ്ങളും മൊത്തം വിദേശികൾ കൊണ്ടുവന്നതാണ്. അതിപ്പോൾ പഞ്ചായത്തായാലും ജില്ലയായാലും തഹസിൽദാറായാലും അതൊക്കെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ കൊണ്ടുവന്നതാണ് ഈ സിസ്റ്റം. അവർ ഒരുപാട് ജനങ്ങളെ എല്ലാത്തിനും അധിനിവേശങ്ങൾക്കും എല്ലാത്തിനും ഗുണവും ദോഷങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ TG മോഹൻദാസ് പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. മുസ്ലിങ്ങൾ അനർഹമായിട്ട് നേടിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പുരുഷന്മാർക്കൊന്നും നാളെ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ല, 3-4 കെട്ടാൻ പറ്റില്ല. അത് നിയമപരമായിട്ട് 4 സ്ത്രീകളുമായിട്ടുള്ള കിടക്ക പങ്കിടാൻ ഇന്ത്യയിൽ മുസ്ലിമിനേ പറ്റൂ. അത് മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ ആനുകൂല്യമാണ്. പിന്നെ TG മോഹൻദാസ് ഇതിൽ തന്നെ പറയുന്നുണ്ട്. അത് TG മോഹൻദാസ് പറയുന്നത് മുന്നേ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയതാണ്. ഞാൻ മാത്രമല്ല, ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മുന്നണിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ അത് പരിഗണിക്കാവുന്നതാണ്. കുഞ്ഞാലിക്കുട്ടി ആയാലും മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടുക, കേരള കോൺഗ്രസിനെ കൂടെ കൂട്ടുക, എന്നിട്ട് BJP-യും കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ച് ഭരിക്കും. തീർച്ചയായിട്ടും നല്ല വോട്ട് ഷെയർ അതിലൂടെ വരും. സമുദായങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള ഇപ്പോഴുള്ള ആ ഒരു അകൽച്ച മാറ്റാൻ സാധിക്കും. BJP-ക്കാർ അത് തുനിയുമെന്ന് എനിക്കറിയില്ല. മുസ്ലിങ്ങൾക്കൊരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രാതിനിധ്യം ഇല്ല എന്ന് കോൺഗ്രസ്സുകാരും CPM-മാരും നിലവിളിക്കുന്നുണ്ട്. അതിനുള്ളൊരു പരിഹാരം എന്നുള്ള രീതിയിൽ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ചെസ് കളിയാണ്, എല്ലാം നമ്പേഴ്സാണ്, ചീട്ടുകളിയാണ്. അപ്പോൾ പുതിയ കാർഡ് ഇറക്കുക എന്നിട്ട്, പക്ഷെ അത്രമാത്രം ബുദ്ധിയുള്ള ആളുകൾ ഈ സുരേന്ദ്രനെ കൊണ്ടോ ശോഭനെ കൊണ്ടൊന്നും പറ്റുന്ന പരിപാടിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് ആൾക്കാരെ BJP മെനക്കെട്ടിട്ട്, കേന്ദ്ര നേതൃത്വത്തൊക്കെ മെനക്കെട്ടിട്ട് കോൺഗ്രസ് നിന്ന് അതിന് പറ്റിയ ആൾക്കാരെ പിടിക്കുക,
ED മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ രീതിയിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് BJPക്ക് കേരളത്തിലൊരു സർക്കാർ ഉണ്ടാക്കാം, NDAക്ക് ഒരു സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കും. ആ NDAയിലേക്ക് ഇപ്പോൾ BDJS PM എന്തായാലും ഉണ്ട്. പിന്നെ PC ജോർജിനെ കൊണ്ടൊന്നും പറ്റുന്ന പരിപാടിയല്ലേ ഇത്. അപ്പോൾ വേറെ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് നല്ല അത്യാവശ്യം കൊള്ളാവുന്ന തന്നെ മാണിയെ ക്യാം എനിക്കറിയില്ല. അപ്പോൾ പറ്റുന്ന ആൾക്കാരെ കൊണ്ടുവരിക, മുസ്ലിം ലീഗിനെ കൊണ്ടുവരിക, എന്നിട്ടൊരു മുന്നണി ഉണ്ടാക്കുക. എന്നിട്ട് കേരളം ഉടച്ചങ്ങ് വാർത്ത് കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ യൂണിയൻ ഗുണ്ടായിസം, അങ്ങനെ നമ്മളെ പിന്നിലോട്ട് നയിക്കുന്ന ഗുണ്ടായിസമൊക്കെ മാറ്റി ക്യാപിറ്റലിസം അങ്ങ് നടപ്പാക്കുക. മൊത്തം റാഡിക്കൽ ചേഞ്ച് അങ്ങ് നടപ്പിലാക്കിയിട്ട് കേരളത്തിലെ ജനങ്ങളുടെ നിലവാരം ഉയർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 10-20 വർഷം എന്തായാലും ഭരിക്കാം. ഭരണമാണല്ലോ മുഖ്യം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ ശരി.